ഹായ് ഫ്രണ്ട്സ്, വിക്രമതയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമിനെ കാണുമ്പോൾ തന്നെ അഭിലാഷ് ഒന്നും കേട്ടുന്നുണ്ട്. എങ്കിലും വാടാ എന്ന് പറഞ്ഞ് അഭിലാഷിന്റെ ഫ്രണ്ട്സും കൂടെ വിക്രമിനെ തല്ലാനായി പോകുമ്പോഴേക്കും വിക്രമിന്റെ കയ്യിൽ നിന്നാണ് അവർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ കത്തിയെടുത്ത് വിക്രം അഭിലാഷിനെ കുത്താനായി പോകുമ്പോഴേക്കും വിക്രം എന്ന് വിളിച്ചുകൊണ്ട് വേദയുടെ കൂടെ പോലീസുകാരും അങ്ങോട്ട് വരികയാണ്. ആ വരവ് കാണുമ്പോ സാറേ നിങ്ങൾ നന്നായി എന്ന് പറഞ്ഞ അഭിലാഷ് ഓടി വരും. അവനെന്നെ കൊല്ലാൻ നോക്കായിരുന്നു. വേദ പറയും, ഹോ ശരിക്കും ഞങ്ങളപ്പോ വന്നത് അല്പം നേരത്തെ ആയിപ്പോയല്ലേ. അഭിലാഷ് പറയും, ജാമ്യത്തിൽ ഇറങ്ങിയാലും അവന്റെ സ്വഭാവം കണ്ടില്ലേ സാറേ, ഇത്തരം റേപ്പിസ്റ്റിനൊന്നും പുറത്തു വിടരുത് സാറേ എന്ന് പറയലും വേദയുടെ കയ്യിൽ നിന്ന് അഭിലാഷിന്റെ കർണം നോക്കി ഒന്ന് കിട്ടുക. ഇത് കാണുമ്പോ അഭിലാഷിന്റെ കൂടെയുള്ളവർ ഓടിപ്പോകും. വിക്രമും ഞെട്ടിപ്പോകുന്നുണ്ട്. വേദയ്ക്കും ആരാടാ റേപ്പിസ്റ്റ്, ആ വാക്ക് നീ മിണ്ടിപ്പോവരുത്. സാപ്പു സാറോട് പറയും, സാർ നിങ്ങൾക്ക് നീ നിങ്ങളുടെ പണി ചെയ്യാം. അപ്പൊ ആ രണ്ട് പോലീസുകാര് അഭിലാഷിനെ അങ്ങ് പിടിക്കും. ഈ സമയം വേദ വിക്രമിന്റെ അടുത്തേക്ക് പോയി വിക്രമിന്റെ കയ്യിൽ അങ്ങ് പിടിക്കും. ഇത് കാണുമ്പോ വിക്രം ഞെട്ടിലോടെ ഇങ്ങനെ നിൽക്കാണ്. ശേഷം അഭിലാഷിനെ നോക്കിക്കൊണ്ട് വിക്രമിന്റെ കൈയും പിടിച്ച് വേദ അവിടുന്ന് പോവാണ്. നേരെ SP ഓഫീസിലേക്കാണ് വേദ വിക്രമിനെ കൂട്ടി വന്നിരിക്കുന്നത്. SP സാർ രണ്ടുപേരുടെ അവിടെ ഇരുന്നോളാം പറയാ. സോറി വിക്രം, നിങ്ങൾക്കെതിരെയുള്ള എല്ലാ ചാർജുകളും ക്ലോസ് ചെയ്യാൻ ഞാൻ ഓർഡർ ഇട്ടിട്ടുണ്ട്. അന്ന് നിങ്ങളെ മദ്യം നിറച്ച ബലൂണ് എറിഞ്ഞു പൊട്ടിച്ച് നിങ്ങളെ രമ്യയുടെ വീട്ടിലേക്ക് കയറ്റിയത് അഭിലാഷിന്റെ പ്ലാൻ ആയിരുന്നു. വിക്രം പറയും, അതെനിക്ക് മനസ്സിലായി സാർ. സാർ പറയും, രമ്യയും ആ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കെതിരെ മൊഴി തന്നത്. അഭിലാഷ് അവൾക്ക് പണം നൽകി ഇതിനുപയോഗിച്ചതാണ്. ഇത് കേൾക്കുന്ന വിക്രം ചോദിക്കും, അഭിലാഷ് പണം കൊടുത്തെന്നോ? SP പറയും, അതെ വിക്രം, അഭിലാഷ് എല്ലാം ഏറ്റു പറഞ്ഞു. നിങ്ങളോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് ചെയ്തതാണെന്ന്. വിക്രം ചോദിക്കും, അപ്പൊ സാറ് പറയുന്നത് അഭിലാഷ് രമ്യയും മാത്രമാണ് ഇതിലെ പ്രതികളെന്നോ? സാർ പറയും, അതെ, അവർക്കെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഗൂഢാലോചന, ആക്രമണം, അതല്ലേ സാർ വകുപ്പുകൾ എന്ന് വിക്രം ചോദിക്കുമ്പോ സാർ അതേന്ന് പറയും. അപ്പം വേദയ്ക്കും ഇന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ മാത്രം അല്ലേ സാർ? അപ്പൊ സാർ പറയും, ഇക്കാര്യത്തിൽ നമുക്ക് അതല്ലേ ചെയ്യാൻ പറ്റൂ. വേദ പറയും, സാർ വിക്രം ഒരു പെൺകുട്ടിയെ മദ്യം കുടിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പത്രത്തിലും നാട്ടുകാരുടെ മുന്നിലും ഇപ്പോ ഉള്ള ന്യൂസ്. ഒരിക്കലും മദ്യപിക്കുക പോലും ചെയ്യാത്ത ആളാണ് വിക്രം. അത് ആശുപത്രി കൊണ്ടുപോയപ്പോ അവർക്ക് മനസ്സിലായതാണ്. എന്നിട്ടും വിക്രമാണ് പ്രതി എന്നുള്ള മട്ടിലായിരുന്നു ന്യൂസ് കൊടുത്തത്. അത് ചെയ്ത പോലീസും ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടില്ല സാർ. ഇത് കേൾക്കുമ്പോ സാർ പറയും, വേദ മൈൻഡ് യുവർ വേർഡ്സ്, പോലീസ് നിങ്ങളെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. ആ സാഹചര്യത്തിൽ എല്ലാ തെളിവുകളും വിക്രമിനെതിരായിരുന്നു. കേസ് അതുകൊണ്ടാ അങ്ങനെ ചാർജ് ചെയ്തത്. പിന്നെ ഓരോ ദിവസമുള്ള കേസുകളെ മീഡിയ അറിയിക്കുന്നത് ഇപ്പോ സാധാരണ കാര്യമാണ്. സമ്മതിച്ചു സാർ, പക്ഷേ കുറ്റം ആരംഭിച്ചാൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ അത് മീഡിയ അറിയിക്കണ്ടേ? അല്ലാത്ത പക്ഷം ഒരു വിഭാഗം ആൾക്കാർക്ക് മുന്നിൽ എന്റെ ഭർത്താവ് ഇപ്പോഴും സ്ത്രീ പീഡന കേസിൽ പ്രതിയാവില്ല സാർ. നാളെ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ അവന്റെ അച്ഛന് ഇങ്ങനൊരു വൃത്തികെട്ട പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ആളുകൾ പറയില്ലേ? അപ്പൊ SP-ക്കും അതിനെന്ത് ചെയ്യണമെന്നാ വേദ പറയുന്നത്. വേദ പറയും, വിക്രം നിരപരാധിയാണെന്ന് മീഡിയ അറിയണം. വിക്രത്തെ കൊടുക്കാൻ രമ്യ എന്ന ക്രിമിനലും അഭിലാഷ് എന്ന ഗുണ്ടയും കൂടെ നടത്തിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇതെന്ന് പുറം ലോകം അറിയണം. പാർട്ടിയുടെ ഭാഗമായി യുവജന വിഭാഗം നേതാവായി അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന വിക്രമിനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കണം. വിക്രം ഇങ്ങനെ വേദന നോക്കുന്നുണ്ട്. SP-ക്കും അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും സാർ, വിക്രത്തിനെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് വിക്രമിന് പരാതിയുണ്ട്. അതിൽ വിക്രം പറയും, അല്ല എനിക്ക് അങ്ങനെ ഒരു പരാതി. വേദ പറയും, ഉണ്ട്. വിക്രം ഇല്ല എന്നാ പറയാൻ തുടങ്ങിയത്. അങ്ങനെ വേദ പറയുന്ന നിൽക്കുമ്പോ SP പറയും, നിങ്ങളെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോളൂ, ഒരു കോപ്പി എനിക്ക് അയക്കാം. വേദ പറയും, അത് മീഡിയയെ അറിയിക്കണം സാർ. ഈ വിഷയത്തിൽ വിക്രം നിരപരാധിയാണെന്ന് നമുക്ക് അറിയിക്കാം പോരെ എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് ഇറങ്ങി പോരാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം വേദയെ കൂട്ടി അവിടുന്ന് പോരാണ്. ബുള്ളറ്റിൽ ഇങ്ങനെ പോകാണ്. ഒരു സ്ഥലത്തെത്തുമ്പോ ഇറങ്ങേ. വേദയ്ക്കും, ഇവിടെയോ? എന്താ ഇവിടെ? അപ്പൊ വിക്രം പറയും, ചോദിക്കാനും പറയാനുള്ളതൊക്കെ തീർത്തിട്ട് പോവാം. അങ്ങനെ വേദ വണ്ടിന്ന് ഇറങ്ങും. വിക്രം പറയും, നീ എന്ത് ധൈര്യത്തിലാ SP ഓഫീസിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത്? വേദയ്ക്കും, എങ്ങനെയൊക്കെ പറഞ്ഞത്? എങ്ങനെ പറഞ്ഞാലും അവർക്കത് വിശ്വാസമായില്ലേ? അതുകൊണ്ട് മോൻ സ്റ്റേഷനിലേക്ക് വണ്ടി എടുക്ക്, പരാതി കൊടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. നിങ്ങളല്ലേ യുവജന സംഘടനയുടെ സെക്രട്ടറി? വരുന്ന ഇലക്ഷനിലെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നൊക്കെ വാർത്ത വന്നതല്ലേ? നിങ്ങളെപ്പോലെ അതിശക്തരായ ഒരു നേതാവ് ഉയരുന്നത് തടയാൻ ചിലപ്പോ നിങ്ങളുടെ ഗുരുതരം ചെയ്തു വെച്ചതാണെങ്കിലോ? അപ്പൊ വിക്രം, തോന്നിവാസം പറയരുത്, റോഡാണെന്ന് ഞാൻ നോക്കില്ല.
വേദ പറയാൻ ചൂടാവാതെ എന്റെ വിക്രമ. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലെ ഇങ്ങനത്തെ കോംപ്ലക്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ട് നിങ്ങളുടെ നേതാവ് സ്റ്റേഷനിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയോ? നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ? ഇല്ലല്ലോ. സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടി നേരെ വീട്ടിലേക്ക് വന്ന് എന്നോട് വഴക്കിടാനായിരുന്നല്ലോ നിങ്ങൾക്ക് ധൃതി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ശ്രീകാര്യം ശ്രീനിവാസിന്റെ വീട്ടിലേക്ക് പോയിരിക്കും. അത് കേൾക്കുമ്പോ വിക്രം ഞെട്ടിപ്പോവും. ഇനി പറ, നിങ്ങൾക്ക് അവിടെ നല്ല സ്വീകരണമാണോ ലഭിച്ചത്? ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ബോധ്യമുള്ള ശ്രീനി സാറ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞോ? അതോ എത്രയും വേഗം ഒഴിവാക്കാൻ നോക്കിയോ? അപ്പോഴാണ് വിക്രം അവിടെ സുധ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. അതായത് ഈ പ്രശ്നം തീരുന്നത് വരെ ശ്രീനിവാസ് സാറിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കണമെന്ന് സ്വാമി പറഞ്ഞു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കാം. ഈ നൃത്തം കാണുമ്പോൾ വേദയ്ക്കും എന്താ ഒന്നും പറയാനില്ലേ? അല്ല, ഞാൻ സാറിന്റെ വീട്ടിൽ പോയെന്ന് നീ എങ്ങനെ അറിഞ്ഞു? വേദ പറയും, അതിന്റെ പേരാണ് കോമൺ സെൻസ്. വിക്രം പറയും, സാർ അവിടെ ഉണ്ടായിരുന്നില്ല, എനിക്ക് കാണാനും കഴിഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, എനിക്കെതിരെ ഇങ്ങനൊരു കാര്യം ശ്രീനി സാർ ചെയ്യാൻ പോകുന്നില്ല. വേദ പറയും, ശ്രീനി സാർ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അയാൾക്ക് വേണ്ടി എത്രയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പാർട്ടിയിൽ ഉയർന്നു വരുന്നത് ദോഷമാണെന്ന് കരുതി ഇനി അവരാരെങ്കിലും ചെയ്താൽ പോരെ? അപ്പം വിക്രം പഴയ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കാണ്. വേദയ്ക്കും എന്താ ഇപ്പൊ അതിന് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? വിക്രം പറയും, അതിനേക്കാളും വലിയൊരു സാധ്യത എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട്. ഇങ്ങനെ അളിഞ്ഞ കേസ് എനിക്കെതിരെ പ്ലാൻ ചെയ്യാൻ കൂടുതൽ ശ്രമിക്കുക നിന്റെ ഏട്ടനായിരിക്കും. ആ അഭിലാഷിനെ ഉപയോഗിച്ച് എന്നെ കൊല്ലാൻ നോക്കിയിട്ട് സാധിക്കാതെ വന്നപ്പോ ഇതാണ് നല്ല മാർഗം എന്ന് തോന്നിക്കാണും. വേദ പറയും, എന്റെ ചേട്ടന് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യാനുള്ള മനസ്സൊന്നും ചേട്ടനുണ്ടാവില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ഇതേ പാർട്ടിക്കാരനെ നിങ്ങൾ എതിർ പാർട്ടിക്കാർ ഉപയോഗിച്ചതാണെങ്കിലോ? ശ്രീനി സാറിന്റെ വലം കൈ അയാളിൽ നിന്ന് അകന്ന രാഷ്ട്രീയപരമായി ഗുണമുള്ള ആരെങ്കിലും? വിക്രം പറയും, അങ്ങനെയാണെങ്കിൽ തന്നെ അത് പുറത്തു വരുന്ന നീ കരുതുന്നുണ്ടോ? ആയിരിക്കാം, പക്ഷേ നിങ്ങൾ തെറ്റുകാരനല്ലെന്ന് മാധ്യമങ്ങളിൽ വരണം. വിശദീകരണം ചോദിക്കുന്നവരോട് മുഴുവൻ ഞാനൊരു പെണ്ണുപിടിനല്ലെന്ന് മറുപടി കൊടുക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടാവരുത്. അതിന് ഇങ്ങനൊരു വാർത്ത വന്നേ പറ്റൂ. എന്തായാലും ഞാൻ തെളിയിക്കുന്നു പറഞ്ഞ കാര്യം സാധിച്ചില്ലേ? അതുകൊണ്ട് തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്ക്, വണ്ടി സ്റ്റേഷനിലേക്ക് വിട്. വിക്രമിന് ഇപ്പൊ ഒരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ വേദയെ നോക്കുമ്പോ വേദ പറയും, ഈ വാഹനം ഒന്ന് എടുക്കേണ്ടി വിട്ടുപോത്തെ, ഈ വേദാളൊന്നും കേറിക്കോട്ടെ. അങ്ങനെ വിക്രം ബുള്ളറ്റിൽ കയറി ബുള്ളറ്റ് എടുക്കും. വേദ അതിൽ കയറിയടെ അങ്ങനെ പോകുന്ന വഴി വിക്രം ഇങ്ങനെ ഭയങ്കര സന്തോഷത്തില് ചിരിക്കുന്നുണ്ട്. വേദ കാണുന്നില്ല. അങ്ങനെ വേദയോട് ഇപ്പോ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് തോന്നണോ, ആ രീതിയിലാണ് ചിരിക്കുന്നത്. ശേഷം പിന്നീട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താണ്. SP സാറ് കാണണം എന്ന് പറയുമ്പോ അയാൾ അവിടെ പോയി പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇവർ അകത്തേക്ക് കടത്തി വിടുന്നത്. അങ്ങനെ സബു സാർ പറയും, വരണം. SP യുടെ മുന്നില് കുറ്റക്കാരനല്ലെന്ന് തെളിയിച്ചുകൊണ്ടുള്ള വരവല്ലേ? വിക്രം ചോദിക്കും, എന്താ സാബു സാറേ, അതിന് സാറിന് വിഷമം വല്ലതും തോന്നുന്നുണ്ടോ? അയാളേക്കും, എന്തിന്, എനിക്ക് നിന്നോട്ടുള്ള ദേഷ്യം തീർക്കാനേ 2 രാത്രി ഇവിടെ കിട്ടിയല്ലോ, അത് മതി. ഇനി നീ നിരപരാധിയോ പുണ്യാളനോ ആര് വേണമെങ്കിലും ആയിക്കോ, എനിക്കെന്താ പ്രശ്നം? അതില് സാബു പറയും, ചി നിർത്തടാ, നീ എന്താ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഭീഷണിപ്പെടുത്താൻ നോക്കുന്നോ? വേദാരം സാറേ, വെറുതെ സംസാരിച്ച് ഇഷ്യൂ ആക്കണ്ട. ഞങ്ങളിപ്പോ വന്നത് SP പറഞ്ഞതനുസരിച്ച് ഒരു പരാതി തരാനാണ്. വിക്രമിനെതിരെ നടന്നത് ഒരു ഗൂഢാലോചനയാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പൊ അയാൾ കളിയാക്കി സംസാരിക്കണേ. എങ്കിലേ വിവരം തന്നാ ഞങ്ങൾ അന്വേഷിക്കാം. വേണ്ടി വരും സാർ. മദ്യപിച്ച് രാത്രി ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നുള്ള വാർത്ത ഈ സ്റ്റേഷനാ പത്രത്തിലേക്ക് പോയത്. സാബുസാഹുപരം ക്രിമിനൽ കേസുകൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്വാഭാവികം, അത് പതിവുള്ള കാര്യമാണ്. അപ്പൊ വേദപരം ക്രിമിനൽ ഗൂഢാലോചനയും അത്തരത്തിലുള്ളൊരു കുറ്റമാണല്ലോ. പോലീസ് പറഞ്ഞതുപോലൊരു കുറ്റം വിക്രം ചെയ്തില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ആ വാർത്തയും പുറത്തു വരേണ്ടതല്ലേ? അയാൾ പറയും, അത് പോലീസിന്റെ ഉത്തരവാദിത്തം അല്ല. വേദ പറയും, അത് ചെയ്തോളാന്ന് ഞങ്ങളോട് സമ്മതിച്ചത് നിങ്ങളുടെ മേലധികാരിയാണ്. അപ്പോഴോ? അത് കേൾക്കുമ്പോ അയാൾ തലതാഴ്ത്തി നിൽക്കാണ്. SP അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരം ഈ സ്റ്റേഷന്റെ പരിധിയിൽ താമസിക്കുന്ന വിക്രം അയാൾക്കെതിരെ നടന്നിരിക്കുന്ന ഗൂഢാലോചനയിൽ ബോധ്യപ്പെടുത്തുന്ന പരാതിയാണിത്. ഇതിന്റെ ഒരു കോപ്പി SP ആവശ്യപ്പെട്ടത് പ്രകാരം അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സ്റ്റേഷനിലെ വിക്രമിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് ഫേക്ക് ആണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് അത് മാധ്യമങ്ങളെ അറിയിക്കുകയും അതുവഴി പൊതുജനങ്ങൾ വിക്രമിന്റെ നിരപരാധിത്വം തിരിച്ചറിയുകയും വേണം. ഇതിനു പിന്നിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും വേണം. സാബു സാർ പറയും, ഇവനോടുള്ള വൈരാഗ്യം കൊണ്ട് ആ അഭിലാഷ് ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞതാണല്ലോ. വേദ പറയും, അഭിലാഷ് ഒരു ഏജന്റ് മാത്രമാണ് സാർ, അത് ഞങ്ങൾക്കും അറിയാം, സാറിനും അറിയാം. ഇതിനു പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചനയാണോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. സാബു സാർ പറയും, അപ്പോ ഇങ്ങരുടെ ആശാൻ ശ്രീകാര്യം ശ്രീനിവാസിനെ പിടിച്ച് അകത്തിടണമല്ലോ. അപ്പൊ വിക്രം പറയും, സാർ എനിക്കെതിരെ ഒന്നും ചെയ്തിട്ടുമില്ല. CI സാർ പറയും, അത് പറയുന്നത് ഞാനല്ലോ, നിങ്ങളുടെ ഭാര്യയല്ലേ. വേദ പറയും, ശ്രീകാര്യം ശ്രീനിവാസിന്റെ കൂടെ നിൽക്കുന്ന
ആ പാർട്ടിയിലെ യുവ നേതാവായി ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരാളെന്ന നിലയിൽ വിക്രമിനെതിരെ ഇങ്ങനൊരു ഗൂഢാലോചന സാധ്യല്ലേ സാർ? അത് അന്വേഷിക്കേണ്ടത് പോലീസല്ലേ? ഓഹോ, അങ്ങനെ. അപ്പൊ ഭർത്താവിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി മാഡം ഇതൊരു അവസരമായി ഉപയോഗിക്കുകയാണല്ലേ? വേദവരം ഒരിക്കലുമല്ല. ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെങ്കിൽ ഇനിയെങ്കിലും അത്തരം വൃത്തികെട്ട കാര്യങ്ങൾ നടക്കുന്ന രംഗത്ത് നിന്ന് വിക്രമിനെ മാറ്റി നിർത്തണമെന്നേ എനിക്ക് വിചാരമുള്ളൂ. അതല്ല, വ്യക്തി വൈരാഗ്യം കൊണ്ട് ആരെങ്കിലും ചെയ്തതാണെങ്കിൽ അതാരാണെങ്കിലും അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും എന്ന് പറഞ്ഞ് ആ പരാതി അവിടെ വെക്കും. SI സാർക്ക് താല്പര്യമൊന്നുമില്ല. വിക്രമിനെ നോക്കിയിട്ട് പറയും, ശരി, എന്തായാലും SP നേരിട്ട് ഇടപെട്ട കേസല്ലേ, ഞങ്ങൾ അന്വേഷിച്ചോളാം, നിങ്ങൾ ചെല്ലേ എന്ന് പറയുമ്പോ വിക്രം അയാളൊരു നോട്ടം നോക്കിയിട്ട് അവിടുന്ന് ഇറങ്ങി പോകുന്നത് വേദയും. അങ്ങനെ അയാള് ആ പരാതി വായിച്ചുകൊണ്ട് നിൽക്കുക. ശേഷം വിക്രം ബുള്ളറ്റ് എടുക്കാൻ തുടങ്ങുമ്പോ വേദയ്ക്കും എങ്ങോട്ടാ? വീട്ടിലേക്ക്. വേദ പറയും, വരട്ടെ, ആദ്യം വാർത്ത പുറത്തു വരട്ടെ, എന്നിട്ട് വീട്ടിലേക്ക് പോകാം, എന്നിട്ടാണ് നമ്മൾ പോകേണ്ടതും. ശേഷം പിന്നീട് കാണിക്കുന്നത് ആ പുളിക്കൽ അവിടെ നിന്ന് ഇങ്ങനെ ഫോണിൽ കളിക്കുമ്പോഴായിരിക്കും ന്യൂസ് വരുന്നത് ഈ വാർത്ത വ്യാജമാണെന്നുള്ള. ഇതേ സമയം തന്നെ ഈ വാർത്ത ശ്രീനിവാസ് സാറും അകത്തിരുന്ന് കേൾക്കുന്നുണ്ട്. വാർത്ത വെക്കുന്നത് കേൾക്കുമ്പോ തന്നെ സുധയും വന്ന് നോക്കും. അങ്ങനെ അതെല്ലാം വ്യാജമാണെന്നും വിക്രം പുതിയ പരാതി നൽകിയതിനെ കുറിച്ചൊക്കെ വാർത്തയിൽ പറയുന്നുണ്ട്. ശ്രീനിവാസ് സാർ ഇതെല്ലാം കേട്ട് കഴിയുമ്പോ ആ ന്യൂസ് ഓഫ് ചെയ്യും. എന്നിട്ട് ഒരുമാതിരി രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ സുധ പറയും, രാഷ്ട്രീയ ഗൂഢാലോചനയോ? ചെക്കൻ കിട്ടിയ അവസരം ഉപയോഗിക്കുകയാണല്ലോ ശ്രീനേട്ട. ഇതേ സമയം പുളിക്കലിനൊരു കോള് വരും. ശരി, ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാ. സാർ പത്രത്തിൽ നിന്ന് സാറിനോട് എന്തോ ചോദിക്കാനുണ്ടെന്ന് എന്ന് പറഞ്ഞ് കോള് കൊടുക്കും. അങ്ങനെ ശ്രീനിവാസ് സാർ പറയും, ശരിയാണ്, വിക്രത്തിന്റെ പരാതി ശരിയാണെന്ന് തന്നെയാ പാർട്ടിയും കരുതുന്നത്. പാർട്ടിയിലെ യൂത്ത് വിങ്ങായി തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ള വിക്രമിനെ മുളയെ നുള്ളാന്നുള്ള അജണ്ടയാണ് ഇത്തരം നീചമായ പ്രവൃത്തിക്ക് പിന്നിലെന്ന് പാർട്ടി കരുതുന്നു. അതിനു പിന്നിലെ ആരായാലും അവരെ കണ്ടെത്തുന്നത് വരെ പാർട്ടിയും വിക്രമിനോടൊപ്പം ഉണ്ടാകും. ഇന്ന് വൈകിട്ട് ഒരു അടിയന്തര യോഗം പാർട്ടി ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട്. കൂടുതൽ കാര്യം അതിനുശേഷം മാധ്യമങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞാൽ കോള് കട്ട് ചെയ്യാ. ഫോൺ പുളിക്കലിന് കൊടുക്കും. സുധയ്ക്കും ശ്രീനേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ഏത് പാർട്ടി അവനെതിരെ ഗൂഢാലോചന നടത്താൽ ഇതേതോ കൊട്ടേഷൻ സംഘത്തിന്റെ പണിയായിരിക്കും. പക്ഷേ പീപ്പിൾസ് ഓഫ് പാർട്ടിയെ എല്ലാ രീതിയിലും തകർക്കാൻ എതിർ പാർട്ടികൾ അവസരം നോക്കി നടക്കുന്നുവെന്ന് മാധ്യമങ്ങളുടെ ജനങ്ങളെ അറിയിക്കാൻ ഇതൊരു അവസരമല്ലേ? പുളിക്കൽ പറയും, ഇങ്ങനെയൊരു ആരോപണം പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് വേദയാണ്. SP ഓഫീസിൽ നിന്ന് അങ്ങനെ അറിയാൻ കഴിഞ്ഞത്. സാറ് പറയും, ഹോ, അപ്പൊ അത് പോലീസിന്റെ ഭാഷയല്ലേ? വേദയാണ് അങ്ങനെ പരാതി കൊടുത്തതെങ്കിൽ അവൾക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാകണം. പുളിക്കല് പറയും, എനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ട് സാർ. പതിയെ വിക്രത്തെ നമ്മളിൽ നിന്ന് അകറ്റാനായിരിക്കും ഇങ്ങനെ ഒരു പരാതിയെന്നും സംശയമുണ്ട്. ശ്രീനിവാസ് സാറ് പറയും, വരട്ടെ, നോക്കാം എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീട്ടിലാണ്. ഈ ന്യൂസ് കണ്ടു കഴിയുമ്പോ ശ്രീകാന്ത് അതിനെയും തിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു പുകയാണ്. കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രീനിവാസ് സാറ് പറഞ്ഞു കൊടുത്തൊരു വഴി. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കാലോ. ദീപ്തി പറയും, വിക്രമേട്ടനെതിരെ പരാതി നൽകിയ പെണ്ണ് തന്നെ പറഞ്ഞല്ലോ ഇത് കള്ളക്കഥയാണെന്ന്. ആര് ചോദിച്ചെന്നാ? അത് വിക്രമേട്ടനോട് വൈരാഗ്യമുള്ള ആ അഭിലാഷ് എന്ന ഗുണ്ടയാ. ശ്രീകാന്ത് പറയും, കണ്ടില്ലേ മുത്തശ്ശി, അവന്റെ കൂട്ടും കമ്പനിയൊക്കെ അങ്ങനെയുള്ള ആളായിട്ടാ. അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതിനിടയില് നിങ്ങൾ 2 വീട്ടുകാരും കൂടെ ചേർന്ന് അവളെ കൂട്ടി വെച്ചല്ലോ. ഇനിയാണ് നിങ്ങൾ വിഷമിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പൊ അമ്മ പറയും, എന്തായാലും വിക്രം ഇങ്ങനൊരു കേസിൽ പെടില്ലെന്ന് മനസ്സിലായില്ലേ? ദീപ്തി മാത്രമല്ല, ഈ അഭിലാഷ് എന്ന് പറയുന്നത് ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണമ്മേ. അങ്ങനെ ഒരാളെ ഇതിനെ ഇറങ്ങി പുറപ്പെടണം എന്നുണ്ടെങ്കിൽ അവന്റെ പിന്നിലെ ഒരാളുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ പോലീസ് പറഞ്ഞിട്ടില്ലല്ലോ. ദീപ്തി പറയും, പക്ഷെ അവനിട്ട് നല്ല ഇടി കൊടുത്ത അവൻ പറഞ്ഞോളൂ ആരാണ് ചെയ്യിച്ചതെന്ന്. മുത്തശ്ശി പറയും, അതെ, അവനെ ഈ ചതിക്കുഴിയിൽ വീഴ്ത്താൻ നോക്കിയത് ആരാണെങ്കിലും അവന്റെ തലയിൽ ഇടുത്തി വീഴണ ഭഗവാനെ. ഇത് കേൾക്കുമ്പോ ശ്രീനെ വലിയ പേടിയുണ്ട്. ശ്രീകാന്തിനെ കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. പിന്നെ ഇതിന്റെ പ്രമോ വന്നിട്ടുണ്ട്. ഇതില് വേദ വിക്രമിനെ കൂടെ തിരികെ വീട്ടിലേക്ക് ചെന്നിരിക്കണേ. ബൈക്കിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരത്ത് വിക്രം ചോദിക്കും, നീ ഇപ്പോഴും എന്നെ രക്ഷിക്കുന്നതിന് പിന്നിലെ കാരണം എന്താ? നിങ്ങളുടെ ചുമലിൽ തന്നെ തൂങ്ങണം എന്നുള്ളത് എന്റെ വിധിയാ. നിങ്ങൾ ഇങ്ങനൊരു കൃത്യം ചെയ്യില്ലെന്ന് ഞാൻ ഉറപ്പിച്ചത് എന്റെ ഭർത്താവിന്റെ സ്വഭാവശുദ്ധിയില് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമല്ല, അദ്ദേഹം സുധാകരൻ മാഷിന്റെ മകനാണെന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അതിന്റെ പേരിലെ ഈ ചായ തട്ടിക്കളയൊന്നും വേണ്ട എന്നൊക്കെ റൂമിൽ നിന്ന് ചായ കൊണ്ടു കൊടുക്കുമ്പോ പറയാ. അതൊരു ക്ലീശയാ, അതുകൊണ്ടാ. അപ്പൊ വിക്രമിന്റെ മുഖത്ത് ചെറുതായിട്ടൊരു ചിരിയൊക്കെ ഉണ്ട്. വേദന കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ചു കുടിക്കും. പിന്നെ ബൈക്കിൽ ഇങ്ങനെ വരുമ്പോ വിക്രം ഇടയ്ക്ക് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.